പ്രിയ സുഹൃത്തുക്കളെ, 2024 വിട പറയുകയാണ്. ഇന്ന് ഡിസംബർ 31. ജനുവരി 1 പുതിയ വർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞു പോയ 2024 നടന്ന പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ ഓർത്തെടുത്ത് അത് മാല കോർത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കാം എന്ന് വിചാരിക്കുകയാണ്. ആഗോളതലത്തിലുണ്ടായ ചില സംഭവങ്ങളാണ് ആദ്യം നമ്മളിവിടെ പരാമർശിക്കുന്നത്. വളരെ വിശദമായിട്ടൊന്നുമല്ല, എന്നാലും നിങ്ങളുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടി മാത്രം. 2024 എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുകളുടെ വർഷമായിരുന്നു. ലോകത്തെ പല രാജ്യങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നു. ആദ്യം തെരഞ്ഞെടുപ്പ് നടന്നത് ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തി. പക്ഷേ ആ വിജയം അല്പായുസായിപ്പോയി. അവിടുത്തെ നല്ലവരായ ജമാഅത്തെ ഇസ്ലാമിക്കാരും അവരുടെ കിങ്കരന്മാരും കൂടി വലിയ പ്രക്ഷോഭം അഴിച്ചുവിട്ട് ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് ഓടിച്ചു. അവർ ജീവനും കൊണ്ട് ഇന്ത്യയിലെത്തി. ഇവിടെ എവിടെ ഒരു സ്ഥലത്ത് ഒളിവിൽ താമസിക്കുകയാണ്. അതേസമയത്ത് ബംഗ്ലാദേശിൻ്റെ സമ്പദ് വ്യവസ്ഥ ആകെ ആടി ഉലഞ്ഞ് ഏതാണ്ട് നിലം പതിക്കുന്ന അവസ്ഥയിലെത്തി. അവിടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടി. വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായി. അതിനേക്കാൾ ഉപരി പൗരാവകാശങ്ങൾക്ക് വലിയ ഭീഷണി ഉണ്ടായി. ന്യൂനപക്ഷങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു സുരക്ഷയുമില്ലാത്ത അവസ്ഥയിലെത്തി. ഇതാണ് ബംഗ്ലാദേശിലെ ദുരന്തം. പിന്നെ ഇന്ത്യ അടക്കം മറ്റ് പല രാജ്യങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നു. പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടന്നു. പാകിസ്ഥാനിൽ ഷഹബാസ് അഹമ്മദിൻ്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗും അതുപോലെ ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ പീപ്പിൾസ് പാർട്ടിയും കൂടി ചേർന്ന് ഒരു കൂട്ടുകക്ഷി സർക്കാരുണ്ടാക്കി ഭരിക്കുകയാണ്. മുൻ ക്രിക്കറ്റ് കളിക്കാരൻ പ്രതിപക്ഷ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഇമ്രാൻഖാൻ ജയിലിൽ കഴിയുകയാണ്. സ്ഥലം പാകിസ്ഥാനായതുകൊണ്ട് ഇതിലും വലിയ അതിക്രമങ്ങൾ നടക്കും. പിന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ മോശമായി. രണ്ട് രാജ്യങ്ങളും തമ്മിൽ സൈനിക ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിർത്തിയിൽ നിന്നുള്ള ഒരു വാർത്ത. പിന്നെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്ന പാലസ്തീനിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട്, കൃത്യമായിട്ട് പറഞ്ഞ 2023 ഒക്ടോബർ 7 മുതൽക്ക് തുടങ്ങിയ യുദ്ധം അവസാനിച്ചിട്ടില്ല. പക്ഷേ ഹമാസിൻ്റെ പത്തി മടങ്ങി. ഇസ്മായിൽ ഹാനിയെ കൊലപ്പെടുത്തി, യഹിയ സിൻവറെ കൊലപ്പെടുത്തി, പിന്നെ ഹിസ്ബുള്ളയുടെ മേധാവിയെ കൊലപ്പെടുത്തി. ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ, പുണ്യപുരാണ ഹെലികോപ്റ്ററായിരുന്നു, അത് തകർന്നു വീണ് അദ്ദേഹം കാലയവനിയേക്ക് പിന്നിൽ മറഞ്ഞു. പിന്നെ ഒരു ദിവസം ഈ ഹിസ്ബുള്ളക്കാരുടെ എല്ലാവരുടെയും പേജറുകൾ പൊട്ടിത്തെറിച്ചു. കുറേ പേരുടെ അര പൊള്ളി, കുറേ പേരുടെ കണ്ടുപോയി, കുറേ പേരുടെ രണ്ട് കൈയിൻ്റെയും പത്തി തെറിച്ച് പോയി. ഇങ്ങനെയൊക്കെയുള്ള പല അത്ഭുതങ്ങളും അവിടെ സംഭവിച്ചു. പിന്നെ പാലസ്തീനിൽ എപ്പോഴും വെടിയൊച്ച നിലക്കുന്ന സമയമില്ല. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹിസ്ബുള്ളയ്ക്കും പിന്നെ ഹൂതികൾക്കും മറ്റ് താൽപര കക്ഷികൾക്കുമൊക്കെ ഇസ്രായേൽ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 2025 യുദ്ധം അവസാനിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഏതായാലും എപ്പോൾ അവസാനിക്കുന്ന ആർക്കും പറയാൻ പറ്റുകയില്ല. യുക്രൈനിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. യുക്രൈൻ്റെയും പത്തി മടങ്ങി കുറേ നാളായി. പക്ഷേ താത്വികമായിട്ട് മാത്രം ഇപ്പോഴും അവിടെ യുദ്ധം തുടരുന്നു എന്നാണ് സങ്കല്പം. ദേശാന്തരീയ രംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. ജോ ബൈഡൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വാൾ വെച്ച് കീഴടക്കി. കമല ഹാരിസാണ് ഡെമോക്രാറ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിച്ചത്. പക്ഷേ ഒരു വിശേഷം ഉണ്ടായില്ല. ഡൊണാൾഡ് ട്രംപ് നല്ല ഭൂരിപക്ഷത്തോടെ അമേരിക്കൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തു. ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ നടന്നിട്ടില്ല. അത് ജനുവരി 3-ാമത്തെ ആഴ്ചയിലേ നടക്കുകയുള്ളൂ. അതിനുശേഷം ലോകരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ആ മാറ്റങ്ങൾക്ക് കാതോർത്തിരിക്കുകയാണ്. ഇനി ദേശീയ രംഗത്തേക്ക് വന്നാൽ രാജ്യത്ത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായിട്ടാണ് നമ്മൾ ആരംഭിച്ചത്. പ്രാണപ്രതിഷ്ഠ ഒരു വലിയ ഹിന്ദുത്വ തരംഗമുണ്ടാക്കി എന്നാണ് വിചാരിച്ചെങ്കിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആ രീതിയിലുള്ള പ്രതിഫലനം ഉണ്ടായില്ല. BJPയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന രാജസ്ഥാനിലും ഹരിയാനയിലും ഒരു പരിധിവരെ ഉത്തർപ്രദേശിലും പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. അതുകൊണ്ട് കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്ക് കിട്ടിയില്ല. 3-2 ഭൂരിപക്ഷവും കിട്ടിയില്ല. സഖ്യകക്ഷികളായ തെലുങ്ക് ദേശത്തിൻ്റെയും ജനതാദൾ യുണൈറ്റഡിൻ്റെയും കൂടി പിന്തുണയോടുകൂടി ഇപ്പോൾ വീണ്ടും നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഇതോടെ മോഡിയുടെ അടപ്പ് തെറിച്ചു, അണ്ടർ പൊളിഞ്ഞു എന്നൊക്കെ ചിലർ വിചാരിച്ചെങ്കിലും അത് സംഭവിച്ചില്ല. ഒന്നാമത് ഈ ഘടകകക്ഷികളൊക്കെ പുള്ളി കൃത്യമായിട്ട് കൂട്ടിയോജിപ്പിച്ച് അരക്കിട്ട് ഉറപ്പിച്ചു. അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് വലിയ വെല്ലുവിളികളില്ല. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഇന്ത്യ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അവരുടെ പ്രതിപക്ഷ ഐക്യം, പ്രതിപക്ഷ സഖ്യം, അത് പൂർണ്ണമായ രീതിയിൽ പ്രവർത്തന സജ്ജമാക്കാനും സാധിച്ചിട്ടില്ല. ആ സഖ്യത്തിനകത്ത് തന്നെ പല വിധത്തിലുള്ള പിളർപ്പുകളും പൊളിപ്പും ഒക്കെ ഉണ്ട്. അതൊരു ഭാഗത്ത്. പിന്നെ പ്രധാനപ്പെട്ട 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ
രണ്ട് സ്ഥലത്തും കോൺഗ്രസ്സിന് മേൽക്കൈ പ്രവചിക്കപ്പെട്ടിരുന്നതാണ്. പക്ഷേ അതും ഉണ്ടായില്ല. ഹരിയാനയിൽ കോൺഗ്രസ്സിന് ഭരണം പിടിക്കാൻ പറ്റിയില്ല, BJP അധികാരത്തിൽ വന്നു. അതിനേക്കാൾ കൂടുതലായിട്ട് മഹാരാഷ്ട്രയിൽ, രാജ്യത്തൊരു വലിയ പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്, സാമ്പത്തിക തലസ്ഥാനമാണ്, അവിടെ കോൺഗ്രസ് മുന്നണിക്ക് ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല, ദയനീയമായി പരാജയപ്പെട്ടു. അതേസമയത്ത് ജാർഖണ്ഡിൽ, അതുപോലെ തന്നെ നമ്മുടെ ജമ്മു കാശ്മീരിൽ, അവിടെയൊക്കെ കോൺഗ്രസിൻ്റെ കൂടി പിന്തുണയുള്ള പ്രതിപക്ഷ മുന്നണി അധികാരത്തിലെത്തി എന്ന് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ മോഡിയുടെ പ്രതാപം അല്പം മങ്ങി എങ്കിലും അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്ന് ഇറക്കാനോ പുള്ളിയുടെ യശോധാപള്യത്തിന് എന്തെങ്കിലും മങ്ങലേൽപ്പിക്കാനോ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് കാണുന്ന ഒരാകത്തുക. കേരളത്തിലേക്ക് വന്നാൽ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിൻ്റെ ഒരു ജനഹിത പരിശോധന എന്ന് പറയാവുന്ന രീതിയിലാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നത്. സാധാരണഗതിയിൽ ഈ പാർലമെൻറ്റിലേക്ക് ദേശീയ വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വരേണ്ടത്. പക്ഷേ ഇവിടെ പ്രാദേശികമായ വിഷയങ്ങളാണ് കാര്യമായി വന്നത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെതിരായ ജനങ്ങളുടെ വികാരം വലിയൊരളവ് വരെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. 19 സീറ്റിലും LDF തോറ്റു, 18 സ്ഥലത്ത് UDF, ഒരു സ്ഥലത്ത് BJP. അത് മനസ്സിലാക്കാവുന്നുള്ളൂ, ജയിച്ച BJPക്കാരൻ സുരേഷ് ഗോപി ആയതുകൊണ്ട് പ്രത്യേകിച്ചു. പക്ഷേ ഇവിടെ ഒരു മാറ്റം എന്ന് പറയുന്നത് പാർട്ടിയുടെ വോട്ട് ബേസിന് വലിയ ക്ഷീണമുണ്ടായിരിക്കും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളിൽ, പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വലിയ തോതിൽ വോട്ട് ചോർന്നിരിക്കുന്നു. ആ ചോർന്ന് കോൺഗ്രസ്സിലേക്കല്ല BJPയിലേക്കാണ്. അതാണൊരു പ്രത്യേകത. കൂടുതൽ സ്ഥലങ്ങളിൽ ജയിച്ചത് കോൺഗ്രസ്സാണ്, പക്ഷേ വോട്ട് ചോർന്നത് BJPയിലേക്കാണ്. CPMന് കുറവ് സംഭവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, കോൺഗ്രസ്സിന് വോട്ട് കൂടുകയല്ല. അങ്ങനെ 18 സീറ്റിൽ കോൺഗ്രസും അവരുടെ സഖ്യകക്ഷികളും ജയിച്ചു. 19ാമത്തെ സീറ്റിൽ BJP ജയിച്ചു. ഒരേ ഒരു സീറ്റിൽ, അത് ആലത്തൂർ മണ്ഡലമാണ്, അവിടെ K. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ CPM സ്ഥാനാർത്ഥി വിജയിച്ചു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം CPMനകത്ത് തന്നെ പിണറായി സഖാവിൻ്റെ അധികാര കോയ്മയ്ക്കെതിരായിട്ടുള്ള ചില അപശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അത് പാർട്ടിക്കാരെ എഞ്ചിനീയർ ചെയ്ത് വിട്ടതാണെങ്കിൽ പോലും ആ ശബ്ദം മുഴക്കിയത് നിലമ്പൂർ MLA മാർക്സിസ്റ്റ് സ്വതന്ത്രനും അതുവരെ പിണറായി വിജയൻ്റെ പ്രധാന ഗഡിയുമായിരുന്ന സാക്ഷാൽ PV അൻവർ. അപ്പോൾ അൻവറിൻ്റെ ആരോപണം വന്നപ്പോൾ, അൻവർ ആദ്യം ആരോപിച്ചപ്പോൾ ആരും വിചാരിച്ചില്ല. പിന്നീട് അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്കെതിരായിട്ടും മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാക്കൾക്കെതിരായിട്ടുമൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ ഒരു താല്പര്യത്തിന് വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം വ്യക്തമായി. അങ്ങനെ അദ്ദേഹം പാർട്ടിക്കാർക്കെതിരായി, പാർട്ടി അദ്ദേഹത്തിനെതിരായി. അദ്ദേഹം പുതിയ പാർട്ടി പോലെ ഒന്നും ഉണ്ടാക്കി. അതിന് പേര് DMK എന്നോ മറ്റോ കൊടുത്തില്ല. പക്ഷേ സ്റ്റാലിൻ്റെ DMK-ആയിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല, പുലബന്ധവുമില്ല. അങ്ങനെയുള്ളതായി ഈ പാർട്ടി. ആ പാർട്ടിക്ക് ആദ്യം ഇതിന് പ്രസംഗം കേൾക്കാനൊക്കെ കുറച്ച് ആൾ കൂടിയെങ്കിലും പിന്നെ അതൊക്കെ നനഞ്ഞ പടക്കം പോലെയായിപ്പോയി. ഇപ്പോൾ PV അൻവർ എന്ന് കേൾക്കുമ്പോൾ ആളുകൾ പൂച്ചിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. എന്നാലും അമ്പൂക്ക വിടാൻ തയ്യാറല്ല. പുള്ളി എങ്ങനെയെങ്കിലും UDFൽ ഇടിച്ചു കയറാനും അവിടെ നിന്നുകൊണ്ട് ശക്തി തെളിയിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റ് വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ട് വരുന്നത് ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ, അതുപോലെ ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ രണ്ട് മുന്നണികളും അവരവരുടെ സീറ്റ് നിലനിർത്തി. ചേലക്കരയിൽ CPM ജയിച്ചു. പാലക്കാട്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി 4 ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അവർ ജയിച്ചു. അങ്ങനെ നിൽക്കുന്നു. അവിടെ പുതിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായിരുന്നു. പൂരം അലങ്കോലമാക്കിയത് അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ ധിക്കാരിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അതിൻ്റെ പഴി കിട്ടിയത് ക്രമസമാധാന പരിപാലനത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന MR അജിത് കുമാറിനാണ്. അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിനുള്ള താല്പര്യത്തിന് കുറവൊന്നും സംഭവിച്ചില്ല. എന്നാലും ആ ഉത്തരവാദിത്വം ഇപ്പോൾ മനോജ് എബ്രഹാമിനെ ഏൽപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാംസ്കാരിക രംഗത്ത് കോളിളക്കം സൃഷ്ടിച്ച പ്രധാന സംഭവം എന്ന് പറയുന്നത് ഈ സിനിമാ രംഗത്ത് നടക്കുന്ന ലൈംഗികവും മറ്റു തരത്തിലുള്ള ചൂഷണങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കേരള സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, ജസ്റ്റിസ് K. ഹേമ അധ്യക്ഷയായിട്ട് സമർപ്പിച്ച റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന് പൂർണ്ണമായിട്ടല്ല എങ്കിലും അതിൻ്റെ മിക്കവാറും ഭാഗങ്ങളൊക്കെ വിവരാവകാശ നിയമപ്രകാരം പരസ്യപ്പെടുത്താൻ സർക്കാർ നിർബന്ധിതമായി എന്നുള്ളതാണ്. പിന്നീട് വളരെ ദിവസങ്ങളോളം സാംസ്കാരിക കേരളം പൂർണ്ണമായിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് തിരിഞ്ഞു.
അതിൽ അയാളുടെ പേരുണ്ടോ ഇയാളുടെ പേരുണ്ടോ എന്നൊക്കെ പല തർക്കങ്ങളും വന്നു. അതേ സമയത്ത് തന്നെ ചില സിനിമാ പ്രവർത്തകരായ വനിതകൾ പ്രമുഖ നടന്മാർക്കും സംവിധായകന്മാർക്കും എതിരായിട്ട് ഏതാണ്ട് മീട്ടു പോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. അതുകൊണ്ട് ഏറ്റവും അധികം ഏറ്റവും അധികം ക്ഷീണം സംഭവിച്ച ആൾ എന്ന് പറയുന്നത് പ്രമുഖ നടൻ സിദ്ദിഖാണ്. സിദ്ദിഖ് കുറച്ച് ആൾ ഒളിവിൽ പോണ്ടായിട്ട് വന്നു. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി. പിന്നീട് സുപ്രീം കോടതിയിൽ പോയി ജാമ്യം എടുത്ത് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുകൂടി പറയാം. അതുപോലെ തന്നെ മറ്റ് പല നടന്മാർക്കെതിരായിട്ട് ഇതേ രീതിയിലുള്ള ആരോപണമുണ്ട്. മുകേഷിനെതിരായിട്ടുണ്ട്, മറ്റ് പലർക്കും എതിരായിട്ടുമുണ്ട്. പക്ഷേ അതൊന്നും ഈ സിദ്ദിഖിൻ്റെ അത്രയും ഡാമേജ് ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു കാര്യം സാംസ്കാരിക രംഗത്തെന്ന് പറയാൻ പറ്റില്ല. വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഒരു ആശയവും ആവേശവുമായിരുന്ന SFIക്കാരുടെ പ്രമുഖ വിരോധിയായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം സർവകലാശാലയുടെ ചാൻസലർ കൂടിയാണ്, തൽസ്ഥാനം ഒഴിഞ്ഞ് ബീഹാറിലേക്ക് പോയി എന്നുള്ളതാണ്. പോകുന്ന ഖാൻ SFIക്കാർ വഴിയിൽ പതുങ്ങി നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു എന്നും കേൾവിയുണ്ട്. അത് ഉറപ്പിച്ച് പറയാനായിട്ടില്ല. പിന്നെ ഒരു സംഗതി, ഒരു അവസാന സംഭവം എന്ന് പറയുന്നത് പ്രമുഖ സാഹിത്യകാരനായിരുന്ന MT വാസുദേവൻ നായരുടെ വിയോഗമാണ്. അദ്ദേഹത്തിന് കിട്ടാത്ത ഒരു പുരസ്കാരവും ഉണ്ടായിരുന്നില്ല, ഒരു ബഹുമതിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തോളം ജനസമ്മതനായ വേറൊരു കഥാകൃത്ത് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടേയില്ല. അപ്പോൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയെ, ഒരു വിട അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 2024 ചൈതന്യ ദീപ്തമാക്കിയ എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി മുടങ്ങാതെ കാണുന്ന എല്ലാവരും വരും വർഷത്തിലും ഇത് ആവർത്തിക്കും എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലത്തേക്ക് വിട. എല്ലാവർക്കും ഹൃദയംഗമമായ നവോത്സര ആശംസകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.